മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ വൈകുന്നേരം മണ്ണന്തല മഹാവിഷ്ണു ക്ഷേത്രത്തില് കേരളപുരം എന്ന് തോന്നുന്നു ആ സ്ഥലത്തിൻ്റെ പേര്, അവിടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ മൈക്കിലൂടെ അനൗൺസ് ചെയ്തിരുന്നു, അടുത്തത് ഹിന്ദുമത പ്രഭാഷണമാണ്. ഹിന്ദുമത പ്രഭാഷണം കേൾക്കാൻ എല്ലാവരും സ്റ്റേജിലേക്ക് വരണം. നിവേദ്യം സ്വീകരിച്ചു കഴിഞ്ഞ് ദീപാരാധന തൊഴുതവര് മതപ്രഭാഷണം കേൾക്കാൻ സ്റ്റേജിലേക്ക് വരണം. മതപ്രഭാഷകൻ ഗോപാലകൃഷ്ണനാണ്. മതപ്രഭാഷകനായ ഗോപാലകൃഷ്ണന്റെ ഡിഗ്രി ഇതാണ്. ഇങ്ങനെ കുറേ മതപ്രഭാഷകൻ എന്ന വാക്ക് കുറേ അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇറിറ്റേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞു, എന്താ ഹിന്ദുമത പ്രഭാഷണം? ഒരു ഹിന്ദുമത പ്രഭാഷകൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു, ഇടയ്ക്ക് മതപ്രഭാഷകൻ എന്നും ഉപയോഗിച്ചു. ഹിന്ദുമത പ്രഭാഷണം എന്ന വാക്കിൽ തെറ്റെന്താണ് എന്ന് ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞു. മതപ്രഭാഷണം എന്ന വാക്ക് ഏതിനാ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു മുസ്ലിം പള്ളിയുടെ മുമ്പിൽ ചെന്നിട്ട് അവിടെ മതപ്രഭാഷണം നടക്കുമ്പോൾ ഒന്ന് നിൽക്കാം. നിങ്ങൾക്ക് കേൾക്കാം, എല്ലാം അള്ളാഹു അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, അള്ളാഹു ഇങ്ങനെ പറഞ്ഞു, അള്ളാഹു അങ്ങനെ പറഞ്ഞു. അള്ളാഹു എന്ന് പറയുന്ന ഒരു വ്യക്തിയേ ലോകത്തിലില്ല, അതൊരു സാങ്കല്പിക ദേവതയാ. ആ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ആ പ്രഭാഷണം മുഴുവനും പ്രവാചകൻ മുഹമ്മദ് നബി എഴുതിയ പുസ്തകത്തിൽ നിന്ന് എടുത്തു പറയുക. ഇവരൊന്നും അള്ളാഹുവിനെ കണ്ടിട്ടുമില്ല, അള്ളാഹു പറഞ്ഞത് കേട്ടിട്ടുമില്ല. അതിനെ മതപ്രഭാഷണം എന്ന് പറയും. പ്രവാചകന്റെ മതം, പ്രവാചകന്റെ അഭിപ്രായം, പ്രവാചകന്റെ വിവരണം, പ്രവാചകൻ പറഞ്ഞു കൊടുത്തത്, പ്രവാചകൻ എഴുതി വെപ്പിച്ചത്, അതാണ് മതപ്രഭാഷണം. അതുപോലെ സുവിശേഷ പ്രസംഗം നോക്കുക, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. യഹോവ യഹോവ യഹോവ, യേശു കർത്താവ്, കർത്താവ് യേശു യഹോവ. ഈ വാക്കുകളിലൂടെ മാത്രമാണ് ബൈബിളിലൂടെ ഒറ്റ കണ്ടന്റ് മാത്രമാണ് വിവരിച്ചുകൊണ്ട് പോകുന്നത്. അത് യേശു ക്രിസ്തുവിന്റെ മതം, യേശു ക്രിസ്തുവിന്റെ അഭിപ്രായം, അത് മതപ്രസംഗമാണ്. നമ്മൾ പറയാൻ പോകുന്നത് ഈ പൈതൃകത്തെ കുറിച്ചിട്ടാണ്. പുരാണത്തിലെ കണ്ടന്റുകൾ എന്താ? അതിനകത്ത് കഥകളുണ്ട്, കഥകൾക്കകത്ത് ജീവിതാനുഭവങ്ങളുണ്ട്, കഥകൾക്കകത്ത് പരസ്പരം കഥാപാത്രങ്ങൾ തമ്മിൽ കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്. അങ്ങനെ പുരാണത്തെക്കുറിച്ച് ഡീറ്റെയിൽ, എന്നിട്ട് ഓരോ കഥയും എടുത്തിട്ടുള്ള വിശകലനാണ്. ആര് പറഞ്ഞു എന്നുള്ള, മഹാവിഷ്ണു പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു, ശിവൻ പറഞ്ഞു, നരസിംഹമൂർത്തി പറഞ്ഞു, ഇങ്ങനെയുള്ളതൊന്നും വരുന്നേയില്ല. അത് കഴിഞ്ഞ് മഹാഭാരതത്തെക്കുറിച്ചുള്ള വിവരണമാണ്, പിന്നെ രാമായണത്തെക്കുറിച്ചുള്ള വിവരണമാണ്. ഇതൊന്നും നമ്മൾ വിവരിക്കുന്നില്ല. ഓർമ്മിക്കുക, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നയാൾ പറഞ്ഞു, സ്വർഗം, മോക്ഷം, ആത്മീയത, അങ്ങനെയുള്ളതൊന്നുമല്ല. കണ്ടന്റുകളും അതെങ്ങനെ ജീവിതത്തിൽ പകർത്തി എങ്ങനെ ഉജ്ജ്വലമായൊരു ജീവിതം, യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ്ഫുൾ ആയിട്ടുള്ള ജീവിതം നയിക്കണമെന്ന് ഗ്രന്ഥങ്ങളെയും ഗ്രന്ഥങ്ങളുടെ കണ്ടന്റുകളുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രസക്തിയെയും ചേർത്ത് പറയുകയാണ്. യഹോവ പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, അല്ലെങ്കിൽ യേശു കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറയുന്നതിന് പകരം പുസ്തകത്തിലെ കണ്ടന്റുകളെ കുറിച്ച് മാത്രമാണ്, അതിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ എന്ത് സംഭവിക്കും, കഥകൾ ജീവിതത്തിലെ സന്ദേശ രൂപത്തിൽ പകർത്തിയാൽ എന്ത് സംഭവിക്കും, അതിനെങ്ങനെയാണ് മതപ്രഭാഷണം എന്ന് പറയാൻ സാധിക്കുക? കാരണം അനവധി പുസ്തകങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏതായാലും അതവിടെ വിവരിച്ചു, അവർക്കത് കുറെ മനസ്സിലായി. മതപ്രസംഗം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആചാര്യൻ അയാൾ പറയുന്ന അഭിപ്രായങ്ങൾ മാത്രം വിലയിരുത്തിക്കൊണ്ട് അന്ധമായിട്ട് മുമ്പോട്ട് പോകുന്നത് മതപ്രസംഗം. അപ്പോൾ മതപ്രഭാഷണം, രണ്ടും തെറ്റാണ്. അപ്പൊ ഇനി ഹിന്ദു മതപ്രഭാഷണം എന്ന് പറഞ്ഞാലും തെറ്റാണ്, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ശരി. അപ്പൊ ഹിന്ദു ധർമ്മ പ്രഭാഷണം, ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം ധാരയതീതി ധർമ്മം, നമ്മളെ സംരക്ഷിക്കാനുള്ള സന്ദേശമാണ്. കീഴടക്കാനുള്ള സന്ദേശമല്ല, കീഴ്പ്പെടുത്താനുള്ള സന്ദേശമല്ല, സംരക്ഷണത്തിനുള്ള സന്ദേശമാണ്. ഹിന്ദു ധർമ്മ പ്രഭാഷണം, സനാതന ധർമ്മ പ്രഭാഷണം. മതപ്രഭാഷണവും ധർമ്മപ്രഭാഷണവും വ്യത്യാസമാണ്.
ഹൈന്ദവ ജനത ഏത് വിഷയമെടുത്ത് പറഞ്ഞാലും മതപ്രഭാഷണം ആവില്ല. ഹിന്ദുക്കളുടെ പൈതൃകത്തെക്കുറിച്ച്, ഭാരതീയ പൈതൃകത്തെക്കുറിച്ച്, ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് എന്ത് വിവരിച്ചാലും മതപ്രഭാഷണം ആവില്ല. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഭാഗവത സപ്താഹം വായിച്ചു വിചാരിക്കുക, അത് മതപ്രഭാഷണമാവില്ല, അത് ഭാഗവത പ്രഭാഷണേ ആവുള്ളൂ. രാമായണം മാസം ആചരിക്കുമ്പോൾ കർക്കിടകത്തിൽ അത് രാമായണ പ്രഭാഷണമേ ആവുള്ളൂ, മതപ്രഭാഷണമാവില്ല. കാരണം ഒരു വ്യക്തി ഒന്നിനെക്കുറിച്ച് പറയുന്നതല്ല ഇവിടെ ഒരു വലിയ മഹാസാഗരം മാതിരി ജീവിതത്തെ ധന്യമാക്കാനുള്ള അന്തമല്ലാത്ത ജീവിത ലൈഫ് സ്കിൽ മാനേജ്മെന്റ് ആണ്, ലൈഫ് മാനേജ്മെന്റ് ആണ് ഇവിടെ ഉള്ളത്. അവിടെ ദൈവഭയത്തെ മുൻനിർത്തിയിട്ട് ചെയ്യിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ദൈവം, പ്രവാചകൻ, ദൈവം, കർത്താവ്, ഈ വാക്കുകളിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നതാണ്. ഇനി ബുദ്ധമതക്കാർ ബുദ്ധനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിചാരിക്കുക, അതും മതപ്രഭാഷണമാണ്. ഓർമ്മിക്കുക, മതപ്രഭാഷണം വേറെ, ധർമ്മപ്രഭാഷണം വേറെ. പ്രണാമം, നമസ്കാരം.